ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി പൈ ആണ്. ഓവനൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും സ്ട്രോബെറി പൈ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് ചെറു ചൂടുള്ള പാല് ഇത്ര ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 10 മിനിറ്റ് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. ഒത്തിരി ചൂടുള്ള പാല് ചേർക്കരുത് കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗവും നനയുന്ന വിധത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മുട്ട കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ കയ്യിലൊന്ന് ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നന്നായിട്ട് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ അതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബോൾ പോലെ ആക്കി അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷനായിട്ട് അടച്ചു വയ്ക്കുന്ന സമയത്ത് മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്ത് വെക്കാം. നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. 1.5 തൊട്ട് 2 മണിക്കൂർ വരെ നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി അതോട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് 1/2 കപ്പ് സ്ട്രോബെറി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പഞ്ചസാരയെല്ലാം നല്ലതുപോലെ മെൽറ്റായി വരണം. നമ്മുടെ സ്ട്രോബെറിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് പഞ്ചസാര മെൽറ്റായി വരും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കളറിന് വേണ്ടി ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിലാണ് കേട്ടോ. അതൊരു കളറിന് വേണ്ടി ആഡ് ചെയ്തതേ ഉള്ളൂ. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മിക്സ് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കട്ടിയാവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതാ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി കട്ടിയായി പോകണ്ട, ചെറുതായി ഒന്ന് തിക്നെസ്സായി വന്നാൽ മതി. ആ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ റെഡിയായി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്ട്രോബെറിയുടെ മിക്സ് റെഡിയായി. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ തണുവായതുകൊണ്ടാണ് ഒത്തിരി പൊങ്ങി വരാതിരുന്നത്. നമ്മൾ ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ഇതിനേക്കാൾ ഡബിളായിട്ട് ഒന്നുകൂടി പൊങ്ങി വരും. അതിനുശേഷം നമ്മളിതാ കൈ വെച്ച് അതിലെ എയറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. പിന്നെ ആ സമയത്തും കയ്യിലൊട്ടി പിടിക്കുന്നുണ്ട് എങ്കിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് മൈദ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുഴച്ചെടുത്തതാണ്. അപ്പോൾ മാവ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ മാവൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മാവ് വെച്ച് 2 ഭാഗത്തും പൊടിയാക്കിയിട്ട് നമുക്ക് റോളർ വെച്ച് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല ക്രസ്റ്റ് പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കട്ടിക്കാണ് പരത്തിയെടുക്കുന്നത്. കാരണം ക്രസ്റ്റ് പോലെയല്ല, ഒരിത്തിരി നമുക്കൊരു ബ്രെഡിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലെടുക്കാം. പിന്നെ ഈ ഒരു മൂടിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ മൂടിയിൽ ഞാൻ കുറച്ച്
ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പരത്തി വെച്ചിട്ടുള്ള മാവ് അതിന് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്ത് മുടിയുടെ അറ്റം വരെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗത്തും നമുക്ക് കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ കട്ട് ചെയ്ത പീസും ഇതുപോലെ ക്രോസ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇത് ബേക്കായി കിട്ടുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടിരിക്കും സൈഡ് ഭാഗം കാണാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മുഴുവനായിട്ടും ഒരു മെടഞ്ഞെടുത്ത പോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ സീലായി കിട്ടും. പിന്നെ നടുഭാഗം ഒത്തിരി പൊങ്ങി വരാതിരിക്കാൻ ഞാനൊരു ഫോർക്ക് വെച്ച് ചെറുതായി കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബേസ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതി മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊന്ന് ചേർത്ത് ഈ മാവിന് മുകളിൽ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലൊരു ബ്രൗൺ കളർ നമ്മുടെ ഈ ഒരു പൈയുടെ സൈഡിലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാലിൻ്റെയും മുട്ടയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സൈഡിലെല്ലാം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രോബെറിയുടെ മിക്സ് ഈ ഒരു ബേസിന് മുകളിൽ സെൻറ്ററിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ ആ സ്ട്രോബെറിയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈ എന്ന് പറയുന്നത് സ്ട്രോബെറിയുടെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കുന്ന വിധത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കൂടി ഞാൻ കട്ട് ചെയ്ത് ഒരു പൂ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഒരു കടായിലേക്ക് നമുക്ക് ആ പ്ലേറ്റ് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മൾ പൈയുടെ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ചു. ഇനി മൂടി വെച്ച് 35 തൊട്ട് 40 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, പൊങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 40 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ സ്ട്രോബെറി പൈ ഇവിടെ റെഡിയായി. സൈഡ് ഭാഗത്തൊക്കെ നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്ട്രോബെറിയുടെ പൂവൊക്കെ മെൽറ്റായിട്ട് അതോട് യോജിച്ച് വന്നു. ഇനി കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് ആ പൈയുടെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടും നമ്മുടെ പൈയുടെ സൈഡിൽ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി പൈ ഇവിടെ റെഡിയായി. അതൊന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മുടെ പൈനെ ഒന്ന് ഭംഗി കൂട്ടാനും അതുപോലെ ടേസ്റ്റ് കൂട്ടാനും കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായ ഒരു പൂവിൻ്റെ ഡിസൈനിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. കാരണം ആ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറും ആ വിപ്പിംഗ് ക്രീമും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പൈക്ക്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.